ഓർഡർ ആൻഡ് റാങ്കിങ് എന്നൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എവിടെ വരുന്നുണ്ട്? നമ്മുടെ SSCയിലെ റീസണിംഗ് ഭാഗത്ത് വരുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഈ SSCയിലെ റീസണിംഗ് ഭാഗത്ത് വരുന്ന ഈ ഒരു ടോപ്പിക്കിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ നോക്കുന്ന ഈ വീഡിയോ നോക്കാം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ മനു. അപ്പൊ ഓർഡർ ആൻഡ് റാങ്കിങ് എന്നാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ടോപ്പിക്കിനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? നല്ല പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ SSC CGL പുതിയൊരു മാസ്റ്റർ ബാച്ച് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മെന്റർഷിപ്പ് സപ്പോർട്ടും അടിപൊളി ഫാക്കൽറ്റീസും വീക്ക്ലി റിവിഷനും എല്ലാം അവൈലബിൾ ആയ അടിപൊളി ക്ലാസ്സുകളാണ് നമ്മുടെ CGL വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ്? 9249089284 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഒട്ടും പഠിക്കേണ്ട, എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ CGL എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണത് കറണ്ട് അഫയേഴ്സും ജനറൽ നോളജ് ഒക്കെ. അപ്പോൾ ഇത്തരം ടോപ്പിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആപ്പിൽ എന്തുണ്ട്? ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റുകൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒരേപോലെ അവൈലബിൾ ആണ്. എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ തന്നെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഓർഡർ ആൻഡ് റാങ്കിങ് ആണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് അല്ലെ? ഓർഡർ ആൻഡ് റാങ്കിങ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന ടോപ്പിക് നമുക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും? കുറെ പിള്ളേർ സ്റ്റാർട്ടേഴ്സിലൊക്കെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ്, എന്ത് ചോദ്യമാണിത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കും. പക്ഷേ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തവർക്ക് ഇത്രയും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഏരിയ ഇല്ല. എസ്പെഷ്യലി നമ്മുടെ സെക്ഷൻ ടൈമർ വന്നതോടെ എന്താണ്, ഈസി കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണെന്ത് ഈ പറഞ്ഞ ഓർഡർ ആൻഡ് റാങ്കിങ്ങൊക്കെ. അപ്പൊ എന്താണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ എന്താണ് വളരെ ഈസി ആണെന്നല്ല അർത്ഥം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് ഇത്ര ഇമ്പോർട്ടന്റ്? എന്താണ് കാരണം? ബിക്കോസ് എന്താണ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്, ഈ പറഞ്ഞ ടോപ്പിക് ഇന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 24 CGL തൊട്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്നത് 2 വർഷം കൂടെ എത്രയാണ്, ഏകദേശം എത്രയാണ്, കുറെ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾ നടന്നത് CGL പല ടയറുകളായിട്ട് പല ഷിഫ്റ്റുകളായിട്ട് തന്നിട്ടുണ്ട്. എല്ലായിടത്തും ഒരേപോലെ സാന്നിധ്യം തെളിയിച്ച ഒരു സെക്ഷൻ ആണിത് ഈ പറഞ്ഞ ഓർഡർ ആൻഡ് റാങ്കിങ്. അങ്ങനെ ഒപ്പം തന്നെ എന്താണ്, ഈസി സ്കോറിംഗ് ടോപ്പിക്, നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പിന്നെ എന്തായാലും എന്താണ്, ഒരു 1 മുതൽ 3 വരെ ചോദ്യങ്ങൾ എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ഈ പറഞ്ഞ ഏരിയ എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണ്, ഒരു ഫോർമുല പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് എന്ത് ഈ പറഞ്ഞ ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ്, നമുക്ക് ഫോർമുലാസ് പഠിക്കണം അല്ലെ? അപ്പൊ എന്താണ് ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറയാം. എന്താണ്? ഒന്നുമില്ല, ഹൈറ്റോ വെയിറ്റോ ഏജോ മാർക്ക് സാലറി പൊസിഷൻ ഇപ്പൊ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് തിങ്സിനെ ഒരു ഓർഡർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങളാണിത് ഈ ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറയുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്, ഫൈൻഡ് റാങ്ക്, ടോട്ടൽ പേഴ്സൺസ് അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച്, ഇത്രയും ഏരിയസ് ആണ് എന്ത് വരിക, ഈ ഒരു ഏരിയയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഏരിയ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, 3 ടൈപ്പ് പൊസിഷൻസ് ഫസ്റ്റ് പഠിക്കണം. എന്താണ്, ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ചോദ്യങ്ങൾ വരാറുണ്ട്, ടോപ്പ് ടു ബോട്ടം വരാറുണ്ട്, ഫ്രണ്ട് ടു ബാക്ക് വരാറുണ്ട്. ഈ എല്ലാ ടൈപ്പ് ചോദ്യങ്ങൾക്കും നമുക്ക് ഒരേ ഫോർമുലാസ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കാരണം ചില ചോദ്യങ്ങൾ എന്താണ്, ലെഫ്റ്റിൽ നിന്ന് 4ാമത് റൈറ്റിൽ നിന്ന് 10ാമതാണ് എന്ന് ചോദിക്കും. ചിലയിടത്ത് എന്ത് ചോദിക്കും, മോളിൽ നിന്നും 10ാമത് താഴെ നിന്ന് 4ാമത് ചോദിക്കും. ചിലതിൽ എന്താണ്, ഫ്രണ്ടിൽ നിന്നും 10ാമത് ബാക്കിൽ നിന്ന് 4ാമത് ചോദിക്കും. അങ്ങനെ പല ടൈപ്പ് എന്ത് വരാം ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ എല്ലാത്തിനും ഒരേ ഫോർമുല യൂസ് ചെയ്താൽ മതി. എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയാം, സെയിം ഫോർമുല എന്ന് പറയുന്ന എന്താണ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും ഈസിയർ ചെയ്യാവുന്ന വേറെ സെക്ഷൻ നമുക്ക് എന്താ ഇവിടെ കാണാൻ പറ്റില്ല, നമുക്ക് SSC CGL കാണാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോർമുല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫോർമുലയാണ്. ഈ ഒരു ഒറ്റ ഫോർമുല പഠിച്ചാൽ മതി, വേറെ ഒരു ഫോർമുല പഠിക്കണം. എന്താണ്, മൊത്തം ആൾക്കാർ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്, പൊസിഷൻ ഫ്രം ലെഫ്റ്റ് പ്ലസ് പൊസിഷൻ ഫ്രം റൈറ്റ് -1. അതായത് ലെഫ്റ്റിൽ നിന്ന് എത്ര പേരുണ്ട് നോക്കുക, റൈറ്റിൽ നിന്ന് എത്ര ഉണ്ട് നോക്കുക, -1 ചെയ്താൽ എന്താണ്, മൊത്തം ആൾക്കാരുടെ എണ്ണം കിട്ടും. ഇപ്പൊ നോക്കുക, ഇപ്പോൾ ഒരു എന്താണ്, ഒരു ക്യൂവിൽ എന്താണ്, ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്നത് 4ാം സ്ഥാനത്തും ബാക്കിൽ നിന്ന് 10ാം സ്ഥാനത്തുമാണ്. അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് 4ാം സ്ഥാനത്തും റൈറ്റിൽ നിന്നും 10ാം സ്ഥാനത്തുമാണ് ആരിക്കുന്നത്,
ഇപ്പോൾ എക്സാമ്പിൾ നോക്കാൻ എന്താണ് രമേശ് എന്നൊരാൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂവിൽ മൊത്തം എത്ര പേരെടുത്ത് നോക്കിയാൽ എന്ത് ചെയ്താൽ മതി? 4 + 10 - 1. അപ്പൊ എന്ത് വരും? 4 + 10 14. 14 - 1 എന്ത് വരും? 13 വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 13 പേരുണ്ടെന്ന് പറയാൻ പറ്റും. ഇനി നേരെ മറിച്ച് ഇങ്ങനെ ചോദിക്കാണ്, എന്താണ് 15 പേരുള്ള ഒരു ഗ്രൂപ്പിൽ എന്താണ് രമേശ് നിൽക്കുന്നത് 4-ാം സ്ഥാനത്താണ്. 15 പേരുള്ള ഒരു ഗ്രൂപ്പിൽ രമേശ് നിൽക്കുന്നത് 4-ാം സ്ഥാനത്താണ്. എന്ത് വലത്തെ സൈഡിൽ നിന്ന് 4-ാമതാണ്. അങ്ങനെയാണെങ്കിൽ ഇടത്തെ സൈഡിൽ നിന്നുള്ള രമേശിന്റെ സ്ഥാനം ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താണ് നമുക്കറിയാത്തത്? പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും? 15 = നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പൊതുവെ എന്താണ് കണക്കാക്കാറ്? എക്സ് ആയിട്ട് കണക്കാക്കാറ്. അപ്പൊ എക്സ് തന്നെ ഇരിക്കട്ടെ. എക്സ് + 4 - 1. അപ്പൊ എന്ത് വരും? 15 = x + 3 എന്ന് വരും. x = 15 - 3. എന്താ ഉത്തരം വരിക? x = 12 എന്ന് ഉത്തരം വരും. അതെന്താ കാരണം എന്താണ്? വലത്ത് നിന്നും 4-ാമതാണെങ്കിൽ ഇടത്ത് നിന്ന് അയാൾ 12-ാം സ്ഥാനത്തായിരിക്കും നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കേട്ടല്ലോ? അപ്പൊ വളരെ ഈസി ആയിട്ട് ചെയ്തില്ലേ? ഇപ്പൊ ഈ ഒരൊറ്റ ഫോർമുലയോട് നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു അല്ലെ? നമുക്ക് ഓരോ ടൈപ്പ് ഒന്നുകൂടി എടുത്ത് നോക്കാം. എന്താണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് വരുന്ന ഡൗട്ട് എന്താണ്? എന്തിനാണ് ഈ -1? എന്തിനാണ് ഈ -1 വരാൻ കാരണം? -1 എന്തിനാണ് അല്ലെ? -1 കാരണം എന്താന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമ്മൾ ഒരേ സബ്ജക്ട് ഒരേ പേഴ്സൺ അല്ലെങ്കിൽ ഒരേ ഒബ്ജക്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 2 സൈഡിൽ നിന്നുമ്പോൾ 2 തവണ കൂട്ടുന്നുണ്ട്. ആ 2 തവണ കൂട്ടുന്നത് കാരണമാണെന്ത്? നമ്മൾ 1 നമ്മുടെ സമ്മിൽ നിന്നും മൈനസ് ചെയ്തത്. ഇപ്പോൾ രമേശ് എന്ന ആൾ മുമ്പിൽ നിന്ന് 4-ാമത് നിൽക്കുന്നു, പിന്നിൽ നിന്നും 12-ാമത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രമേശിനെ 2 സൈഡിൽ നമ്മൾ കൂട്ടുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ 2 സൈഡിൽ നിന്നും ഒരേ ആളെ 2 തവണ കൂട്ടുന്നാനും 1 കുറയ്ക്കും നമ്മൾ. എന്തിന്? ടോട്ടൽ സമ്മിൽ കിട്ടാൻ എന്ത് ചെയ്യും? ആ ആഡ് ചെയ്ത ഉത്തരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 1 കുറയ്ക്കും. അത്രയും ഉള്ളു എന്ത് ഇവിടെ കാരണമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ നോക്കിയേ, ടോട്ടൽ പേഴ്സൺസ് കണ്ടുപിടിക്കാറ് ചോദ്യമാണ്. എന്താണ്? ഒരാൾ എന്താണ് ലെഫ്റ്റിൽ നിന്നും 12-ാമതും റൈറ്റിൽ നിന്ന് 8-ാമതുമാണ് എങ്കിൽ അയാളുടെ ആ ക്യൂവിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എത്ര പേരുണ്ടാവും നോക്കാം. എന്താണ് ടോട്ടൽ? എന്താണ് പറയുന്നേ? 12 + 8 - 1 എന്ന് വരും. 12 + 8 എത്രയാണ്? 20 വരും. 20 - 1 19 പേരാണെന്ത് നമ്മുടെ ക്യൂവിൽ നിൽക്കുന്നത്. വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 19 പേരുണ്ട്. 19 പേരിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ആൾ എത്രാമതായിരുന്നു? 12-ാമതായിരുന്നു. റൈറ്റ് സൈഡിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ആൾ എത്രാമതായിരുന്നു? 8-ാമതായിരുന്നു. അങ്ങനെയാണ് ആൻസർ കിട്ടിയത് 19 ആൻസർ കിട്ടിയത്. അപ്പൊ ആൻസർ കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? അങ്ങനെ അടുത്തൊരു മെത്തേഡ് നോക്കിക്കോ. നെക്സ്റ്റ് മെത്തേഡ് ആണെന്ത്? ഓപ്പോസിറ്റ് റാങ്ക്. എന്താണ്? ഒരു സൈഡിൽ നിന്നുമ്പോൾ റാങ്ക് കിട്ടിയാൽ മറ്റേ സൈഡിൽ നിന്നുമ്പോൾ എത്ര റാങ്ക് വരുന്നത് വെച്ചത്. ഇപ്പൊ നോക്കാം. മൊത്തം 40 പേരുണ്ട് ഒരു ക്യൂവിൽ. ഇപ്പോൾ രമേശ് എന്ന ആൾ എന്താണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 12-ാമതാണ് നിൽക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് എത്രാമതാണെന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് റാങ്ക് കണ്ടുപിടിക്കാൻ ടോട്ടൽ - ഗിവൺ റാങ്ക് +1 ചെയ്താൽ മതി. എന്താണ്? മൊത്തം ആൾക്കാർ എത്ര പേരുണ്ടോ അവനിൽ നിന്നും എന്ത് ചെയ്യുക? നമുക്ക് തന്നേക്കുന്ന റാങ്ക് കുറയ്ക്കുക +1 ചെയ്യുക. അപ്പൊ എന്ത് വരും? 40 - 12 28 വരും. 28 + 1 എന്ത് വരും? 29 എന്ന് എന്ത് വരും? ആൻസർ വരും. എത്രയാണ്? 29 എന്നാണ് ആൻസർ വരിക. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് എത്രാമതാണ് ആള് നിൽക്കുന്നത്? റൈറ്റ് സൈഡിൽ നിന്നും 29-ാമതാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ രമേശ് എന്ന ചേട്ടൻ നിൽക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്തേ ഈ ക്വസ്റ്റ്യൻ ആൻസർ വേഗം കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് നോക്കിയേ. അടുത്തൊരു മെത്തേഡ് നോക്കിക്കോ. എന്താണ്? 2 ആൾക്കാർക്കിടയിൽ എത്ര പേര് നിൽക്കുന്നുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. എന്താ പറയുന്നേ? ഫൈൻഡ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ബിറ്റ്വീൻ 8th and 15th പൊസിഷൻസ്. അതായത് ഒരു ക്യൂവിൽ 8-ാമത് നിൽക്കുന്ന ആൾക്കും 15-ാമത് നിൽക്കുന്ന ആൾക്കും ഇടയിൽ എത്ര പേരുണ്ട് ചോദിച്ചേക്കുന്നത്. അപ്പൊ പൊതുവെ നമ്മൾ ചിന്തിക്കും എന്താണ്? ഈസി അല്ലേ? 15 - 8 ചെയ്താൽ പോരെ? ആൻസർ കിട്ടില്ലേ? പക്ഷേ ഇത് ചെയ്താൽ പോരാ. നോട്ട് ചെയ്യണം.
ഇതാണ് ഇക്വേഷൻ. എന്താണ്? മോഡ് P1 മൈനസ് P2 മൈനസ് 1. എന്തിനാണ് ഈ മോഡ് എടുക്കുക? കാരണം നമുക്ക് പോസിറ്റീവ് ആൻസർ മാത്രം മതി. എണ്ണമല്ലേ, പോസിറ്റീവ് ആൻസർ മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തേ, നമ്മൾ മോഡ് എടുക്കുന്നത്. അപ്പോൾ 15 മൈനസ് 1 15 മൈനസ് 8 മൈനസ് 1 15 മൈനസ് എത്ര വരും? 7 വരും. 7 മൈനസ് 1 എത്ര വരിക? 6 വരിക. അങ്ങനെയാണെങ്കിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കും 15ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കും ഇടയിൽ എത്ര പേരുണ്ട്? 6 പേരാണുള്ളത്. അങ്ങനെ ആൻസർ എന്ത് വന്നു? ആൻസർ 6 വന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അടുത്തൊരു മെത്തേഡാണെന്ത്? ഇന്റർചേഞ്ച് മെത്തേഡ്. എന്താണ്? ഒരു പൊസിഷൻസ് അങ്ങോട്ടേക്ക് ഒരു ഇന്റർചേഞ്ച് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നോക്കിയേ, എന്താണ് വരുന്നത്? കമ്പയർ ദ ഓൾഡ് ആൻഡ് ന്യൂ പൊസിഷൻസ് ഡയറക്ട്ലി ടു ഫൈൻഡ് മൂവ്മെന്റ്. എന്താണ്? പഴയ പൊസിഷനും പുതിയ പൊസിഷന്റെയും ആ നിൽക്കുന്ന പൊസിഷൻസിനെ പറ്റി പഠിച്ചാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കവറപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ നിന്നും ഇത്രയും ടൈപ്പ് ചോദ്യങ്ങളാണ് അവിടെ വരുന്നത് നമ്മുടെ SSC എക്സാംസിന് വരാറുള്ളത്. ഇപ്പോൾ SSC എക്സാംസിന് ഈ ഉള്ള എല്ലാ മോഡലിലും ധാരാളം ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഒറ്റ തോട്ടത്തിൽ ഉത്തരം പറയാൻ പറ്റുക. ഒറ്റ തോട്ടത്തിൽ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ ഈ പുതിയ സെക്ഷൻ ടൈമർ വെച്ചുള്ള എക്സാംസ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒട്ടും മണിക്കണ്ട, ഈ സെക്ഷൻ ടൈമർ വെച്ചുള്ള അടിപൊളി കോച്ചിങ്ങുമായി നമ്മുടെ കോമ്പറ്റേറ്റീവ് റെക്കോർഡിന് മുന്നിലെത്തുകയാണ്. SSCGL ഏറ്റവും പുതിയ മാസ്റ്റർ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എന്താ മതി? ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ്? 9249089284 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ ഈ കോഴ്സ് എന്തൊക്കെയുണ്ട്? അടിപൊളി മെന്റർഷിപ്പ് ഉണ്ട്, അടിപൊളി ഫാക്കൽറ്റീസ് ഉണ്ട്, ലൈവ് സെഷൻസ്, ആപ്പ് ക്ലാസ്സുകൾ എല്ലാം അവൈലബിൾ ആണ്. ഒപ്പം തന്നെ എന്തുണ്ടാവും? നമുക്ക് വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഈ കോഴ്സിലുള്ളത്. അപ്പൊ എത്രയും വേഗം എന്ത് ചെയ്യുക? ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ SSC എക്സാമിനെ പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഫ്രീ ഗ്രൂപ്പിൽ ലിങ്ക് നമ്മൾ ഒന്ന് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? SSC ചെയ്യാൻ പറ്റിയ എല്ലാ അപ്ഡേഷൻസും എല്ലാ മെറ്റീരിയൽസും എവിടെ കിട്ടും? നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ഒട്ടും മടിക്കേണ്ട, എത്രയും വേഗം എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ നമുക്ക് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി എക്സ്പെഷ്യലി ആയിട്ട് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി എല്ലാ സബ്ജക്റ്റിലെയും അടിപൊളി വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ബെൽ ഐക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. കേട്ടല്ലോ? അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്. താങ്ക് യു.